നമ്മൾ അധികം ആൾക്കാരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളിടുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് കാണുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക്, കമന്റ്, റിയാക്ഷൻസ് ഇതൊക്കെ കൊടുക്കും. എന്നാൽ ഒരു കമന്റ് നമ്മൾ ചെയ്ത് കുറെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു ആ കമന്റ് ചെയ്യരുതായിരുന്നു. ആ കമന്റ് നമ്മൾ നോക്കിയെടുക്കുക എങ്ങനെ? ആ പോസ്റ്റ് ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ കാണുകയില്ല. അതുപോലെ നമ്മൾ ലൈക്ക് ചെയ്ത് അത് ലൈക്ക് ചെയ്യരുതായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ഒഴിവാക്കണം. എങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ കുറെ കാലം മുന്നേ തൊട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബുക്കിൽ നമ്മൾ മുമ്പിട്ട കമന്റുകൾ, ലൈക്കുകൾ, റിയാക്ഷൻസ് ഇതൊക്കെ ഫേസ്ബുക്കിൽ എവിടെയാ കാണുക? നമുക്കിന്ന് അതൊക്കെ എവിടെയുള്ളതെന്ന് നോക്കാം. നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ മേലെ വലതു ഭാഗത്ത് 3 ലൈന് കാണും. അതുമ്മേൽ ഒരു കുത്തു കൊടുക്കുക. എന്നിട്ട് താഴേക്ക് പോയാൽ ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണും. അതുമ്മേൽ ഒരു കുത്തു കൊടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് പോവുക. താഴേക്ക് പോയാൽ ഇവിടെ യുവർ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ആക്ടിവിറ്റി ലോഗ് എന്ന് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് പോയാൽ ഇന്ററാക്ഷൻ എന്നുള്ള ഒരു ഭാഗം കാണാം. ഇന്ററാക്ഷൻ എന്നുള്ള ഈ ഭാഗത്ത് ഒരു ഏറോ മാർക്ക് ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താലെങ്കിൽ കാണാം കമന്റ്സ്, ലൈക്ക് ആൻഡ് റിയാക്ഷൻസ്, അതർ പോസ്റ്റ് ഓൺ യുവർ ടൈം ലൈൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ്. നിങ്ങളിട്ട കമന്റുകൾ ഫേസ്ബുക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളിട്ട മുഴുവൻ കമന്റുകളും നമുക്ക് ഈ കമന്റ്സ് എന്നുള്ള ഭാഗത്ത് കാണാം. ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയ തൊട്ടുള്ള എല്ലാ കമന്റുകളും ഇതിലുണ്ട്. നമുക്കിത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നിച്ച് റിമൂവ് ചെയ്യാനും ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു കോളം കാണുന്നുണ്ട്, ഒരു ചെക്ക് ബോക്സ്. അതിലൊന്ന് തൊട്ടാല് അവിടെ ഒരു ടിക്ക് മാർക്ക് വന്നു. വേണമെങ്കിൽ നമുക്ക് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ എല്ലാത്തിലും ഒന്നിച്ച് ടിക്ക് മാർക്ക് വരും. അത് വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒഴിവാക്കണം. അത് മാത്രം ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റിമൂവ് കൊടുക്കുക. റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമന്റ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി. ആ കമന്റ് ഡിലീറ്റ് ആണെങ്കിൽ നമ്മളെ പാസ്വേഡ് കൊടുത്ത് കൺഫേം ചെയ്യണം. ഫേസ്ബുക്കിന് അറിയണമല്ലോ നമ്മളിട്ട കമന്റ് നമ്മൾ തന്നെയാണ് ഇത് ഡിലീറ്റ് ആക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മളെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് നമ്മൾ തന്നെയാണ് ഇത് ഡിലീറ്റ് ആക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അതങ്ങ് ഡിലീറ്റ് ആക്കും. അപ്പൊ നമ്മളിട്ട കമന്റുകളൊക്കെ അവിടെ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ അവിടെ നിന്ന് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്തത് റിയാക്ട് ചെയ്തു. ഈ ഉണ്ടകളൊക്കെ വിട്ടിട്ട് റിയാക്ട് ചെയ്യല്ലേ, സന്തോഷമുള്ള കരയുന്നൊക്കെ ഉണ്ടകളൊക്കെ വിട്ടിട്ട് ഓരോ പോസ്റ്റിന് റിയാക്ഷൻ കൊടുക്കുകയല്ലേ, അത് ലൈക്ക് ഒക്കെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണുകയും ചെയ്യാം. അത് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതിന്റെ താഴോട്ടുള്ള ഒക്കെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അത് പോസ്റ്റ് ഓൺ യുവർ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈം ലൈനിലേക്ക് ആരെങ്കിലും ടാഗ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതും കാണാം. നമ്മൾ ആരെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ ലൈക്ക് കമന്റിൽ വെച്ചിട്ട് നിർത്തിയിട്ട് ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്തു. സംഭവം ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.